തേനീച്ച വളർത്തലിൽ തേൻ ലഭിക്കുന്നതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതും മൂല്യമുള്ളതുമായ ഒന്നാണ് തേനീച്ചയുടെ മെഴുക് അഥവാ ബീ വാക്സ്. നമ്മൾ സാധാരണയായി തേനെടുത്തു കഴിഞ്ഞാൽ ഈ മെഴുക് അടകൾ കളയുകയാണ് പതിവ്. എന്നാൽ ഇത് കളയാതെ വീട്ടിൽ വച്ചു തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ശുദ്ധമായ ബീ വാക്സ് തയ്യാറാക്കുന്നത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. നമ്മൾ വിളവെടുപ്പ് സമയത്ത്, അതായത് തേൻ ശേഖരിക്കുന്ന സമയത്ത്, അതിനായി മാത്രം തേനീച്ചപ്പെട്ടിയുടെ മുകളിൽ വയ്ക്കുന്ന ചെറിയ പെട്ടിയെയാണ് സൂപ്പർ ചേംബർ എന്ന് പറയുന്നത്. തേനെടുപ്പിന്റെ സീസൺ എല്ലാം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജോലി ഈ സൂപ്പർ ഇറക്കി തേനീച്ചകൾക്ക് ആഹാരം കൊടുക്കലാണ്. അതിനായി നമ്മൾ സൂപ്പറിലുള്ള അടകളിൽ നിന്നും ഈച്ചകളെ ചെറിയ രീതിയിൽ പുക കൊടുത്ത് താഴെയുള്ള ബ്രൂഡ് ചേംബറിലേക്ക് ഇറക്കിവിടണം. റാണി മുട്ടയിട്ട് മുട്ട വിരിഞ്ഞ് പുതിയ തേനീച്ചകൾ പുറത്തുവരുന്ന സ്ഥലത്തെയാണ് ബ്രൂഡ് ചേംബർ എന്ന് പറയുന്നത്. ഈച്ചകളെയെല്ലാം ബ്രൂഡ് ചേംബറിലേക്ക് ഇറക്കിവിട്ടതിനു ശേഷം സൂപ്പറും അതിനുള്ളിലെ അടകളും എടുക്കാം. ഇതുപോലെ 5-6 സൂപ്പറുകൾ ഒന്നിച്ചു ചേർത്ത് വെച്ച് കെട്ടി നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഇനി ഈ സൂപ്പറിലെ അടകൾ റീപ്പറുകളിൽ നിന്നും കത്തി ഉപയോഗിച്ച് ചെത്തി മാറ്റണം. ശേഷം റീപ്പറുകൾ നന്നായി ചുരണ്ടി വൃത്തിയാക്കി വയ്ക്കുക. ഇങ്ങനെ മാറ്റുന്ന തേനടകൾ ഒരു വലിയ പാത്രത്തിലേക്ക് ശേഖരിച്ചു വെക്കണം. അടകൾ ചെത്തുന്ന ഈ ജോലി കഴിവതും രാത്രികാലങ്ങളിൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പകൽ സമയത്താണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഈ അടകളിൽ പറ്റിയിരിക്കുന്ന തേൻ കുടിക്കാൻ തേനീച്ചകൾ കൂട്ടമായി വരികയും അവ തമ്മിൽ കടിപിടി കൂടി ചത്തുപോകാനും സാധ്യതയുണ്ട്. മാത്രമല്ല, അട ചെത്തുന്നവർക്ക് തേനീച്ചയുടെ കുത്തുഏൽക്കാനും ഇതിടയാക്കും. ഇങ്ങനെ ചെത്തിയെടുത്ത അടകൾ വലിയ പാത്രങ്ങളിലോ ഡ്രമ്മുകളിലോ ഇട്ട് നന്നായി ഉടച്ചെടുക്കണം. ശേഷം ഇവ ഒരു വലിയ ഡ്രമ്മിലേക്ക് മാറ്റാം. ഇനി ഈ പൊടിച്ച അടയിലുള്ള തേനിന്റെ അംശവും മറ്റ് അവശിഷ്ടങ്ങളും പൂർണ്ണമായി മാറുന്നതിനായി നല്ല ശുദ്ധമായ വെള്ളത്തിൽ 2 തവണ ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കണം. കഴുകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കൊതുകുവലയോ അല്ലെങ്കിൽ നേർത്ത തുണിയോ ഉപയോഗിച്ച് വേണം അരിച്ചെടുക്കാൻ. അല്ലാത്തപക്ഷം കഴുകിക്കളയുന്ന വെള്ളത്തോടൊപ്പം ഒരുപാട് മെഴുക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇത് ഉരുക്കിയെടുക്കുന്ന ഘട്ടമാണ്. അതിനായി സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് അതിലേക്ക് അല്പം വെള്ളം ഒഴിക്കുക. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മെഴുക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. തീ കുറച്ചു വെച്ച് ഇത് നന്നായി ചൂടാക്കുക. ആദ്യം ചൂടായി വരുമ്പോൾ മെഴുകിന്റെ ചെറിയ ചെറിയ കട്ടകൾ രൂപം കൊള്ളുകയും പിന്നീട് മെഴുക് പൂർണ്ണമായും ഉരുകി വെള്ളം പോലെയാകുകയും ചെയ്യും. മെഴുക് വെള്ളം പോലെ ഉരുകിക്കഴിഞ്ഞാൽ സ്റ്റൗ മാക്സിമം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. തീ ഏറ്റവും കുറയ്ക്കുക. അതിനുശേഷം ബക്കറ്റിന് മുകളിൽ കൊതുകുവലയോ മറ്റേതെങ്കിലും വലകളോ വെച്ച് ഈ ദ്രാവകം ശ്രദ്ധയോടെ കോരി ബക്കറ്റുകളിലേക്ക് അരിച്ചൊഴിക്കുക. ഇങ്ങനെ ബക്കറ്റുകളിൽ അരിച്ചൊഴിക്കാൻ വേണ്ടി മെഴുക് ഊരുമ്പോൾ എപ്പോഴും മുകളിൽ നിന്ന് വേണം കോരാൻ. അടിയിൽ മുക്കി കോരിയാൽ വെള്ളമായിരിക്കും കൂടുതൽ ബക്കറ്റിൽ വീഴുക. കാരണം നമ്മൾ ഒഴിച്ച വെള്ളവും മെഴുക് കഴുകുമ്പോൾ അതിലുണ്ടായിരുന്ന വെള്ളവുമെല്ലാം അടിയിലായിരിക്കും കിടക്കുക. മെഴുക് എപ്പോഴും വെള്ളത്തിന് മുകളിലാണ് പൊങ്ങിക്കിടക്കുക. വെള്ളവും മെഴുകും ഒരിക്കലും തമ്മിൽ മിക്സാകുകയില്ല. അവ രണ്ടും 2 തട്ടുകളായി തന്നെ നിൽക്കും. ഇങ്ങനെ ബക്കറ്റിൽ നിറച്ച മെഴുക് നന്നായി തണുക്കാൻ അനുവദിക്കുക. നല്ലതുപോലെ തണുത്തു കഴിയുമ്പോൾ ഇത് ബക്കറ്റിന്റെ ആകൃതിയിൽ കട്ടിയായി മാറും.
ഇനി ബക്കറ്റ് തിരിച്ചുവെച്ച് അടിയിലൊന്ന് അമർത്തി തട്ടുമ്പോൾ മനോഹരമായ മെഴുകുകട്ടകൾ നമുക്ക് ലഭിക്കും. ഏറ്റവും അവസാനമായി ഈ മെഴുകുകട്ടകളുടെ അടിഭാഗത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള ചെറിയ മാലിന്യങ്ങൾ ഒരു കത്തി ഉപയോഗിച്ച് ചെത്തിമാറ്റി വൃത്തിയാക്കിയെടുക്കാം. ദാ കണ്ടില്ലേ, ഒട്ടും മായം കലരാത്ത നല്ല നാച്ചുറൽ ബീ വാക്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇവ നമുക്ക് ആവശ്യാനുസരണം അടുക്കി സൂക്ഷിക്കാവുന്നതാണ്. വിപണിയിൽ കർഷകർക്ക് കിലോയ്ക്ക് ഏകദേശം 350 മുതൽ 400 രൂപ വരെ ഇതിന് വില ലഭിക്കാറുണ്ട്. ഈ ബീ വാക്സ് ഉപയോഗിച്ച് നമുക്ക് മെഴുകുതിരികൾ, ലിപ് ബാം, കോസ്മെറ്റിക്സ് എന്നിവയൊക്കെ നിർമ്മിക്കാൻ സാധിക്കും. തേനീച്ച വളർത്തുന്നവർക്ക് ഇതൊരു മികച്ച അധിക വരുമാന മാർഗം കൂടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. കൂടുതൽ കൃഷി അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.